സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇന്നുമൊക്കെ ആയിട്ട് ഒരു പോസ്റ്റ് കാണാനിടയുണ്ടായി. അത് എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക എന്ന് പറയുന്ന നടന്റെ ആ ഒരു അഭിനയ വൈഭവത്തിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളെ പറ്റിയാണ് ആ ഒരു പോസ്റ്റിൽ പറയുന്നത്. അതായത് കളങ്കാവൽ എന്ന് പറയുന്നൊരു സിനിമ, ആ സിനിമ വൻ വിജയമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സിനിമ വൻ വിജയമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള പല വിഷയങ്ങളും പല ആളുകളും കമന്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് കാണാനിടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ കളങ്കാവൽ സിനിമ റീമേക്കിങ്ങിന് ഒരുങ്ങുന്നു. അതിൽ പല കഥാപാത്രങ്ങൾ ഹിന്ദിയിൽ നിന്ന് പല പ്രമുഖ നടന്മാരും തമിഴിൽ നിന്ന് പലരും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളുടെയും പേര് വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പോസ്റ്റിൽ റിപ്പോർട്ടർ ചാനലിൽ പറയുന്ന റീമേക്ക് കിങ് അജയ് ദേവ്ഗൺ പോലും മമ്മൂക്ക സിനിമകൾ തൊടാൻ ധൈര്യപ്പെടില്ല, കാരണം വൈറലായി കമന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിലൊരാളുടെ ഒരു കമന്റ്, ആ കമന്റ് എന്നെ നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്തു. ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഒരു കമന്റും എന്നെ സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 സിനിമകൾക്ക് മുകളിൽ ചെയ്തു കഴിഞ്ഞിട്ടും മമ്മൂട്ടി ഇന്നും പ്രേക്ഷകരെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്നു എന്നായിരുന്നു അൻമോൽ കളങ്കാവലിനെ കുറിച്ച് തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇതിന് താഴെ സർദക് എന്ന പേരുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റാണ് വൈറലായത്. മമ്മൂക്ക വേറെ ഒരു ലെവലാണ്. റീമേക്ക് കിങ് എന്ന് പറയപ്പെടുന്ന അജയ് ദേവ്ഗൺ പോലും മമ്മൂക്കയുടെ സിനിമകൾ റീമേക്ക് ചെയ്യാൻ ഭയപ്പെടുന്നു, കാരണം അദ്ദേഹം വേറെ ക്ലാസ് തന്നെയാണ് എന്നായിരുന്നു ആ കമന്റ്. അതാണ് ആ കമന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ആ ഒരു കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നുണ്ട്, ചില ആളുകൾ മെഴുകുന്നുമുണ്ട്. മെഴുകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത, അല്ലെ മമ്മൂട്ടിയെ കൊണ്ടൊന്നും വലിയ കഴിവൊന്നുമില്ല, മമ്മൂട്ടിക്കൊന്നും അധികം ചെയ്യാനില്ല, ആ സിനിമയിൽ വേറൊരു നടനായിരുന്നെങ്കിൽ ഇത്ര നന്നായനെ, അല്ലെ ഞങ്ങൾ ഈ പറയുന്ന നടനായിരുന്നെങ്കിൽ വളരെയധികം നന്നായനെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ മെഴുകുന്നത്. അത് എനിക്ക് തോന്നുന്നു ഏട്ടൻ ഫാൻസ് ആണെന്ന് തോന്നുന്നു. ഇക്ക ഭക്തൻസും ഏട്ടൻ ഫാൻസും തമ്മിലുള്ള അടി നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം അങ്ങോളം ഇങ്ങോളമുള്ള ദിവസങ്ങളിലെല്ലാം ഇവരുടെ മെഴുകലുകളും. അതായത് മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല, മമ്മൂട്ടി വാഴയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് വരുന്നത്. ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ നോക്കി അറിയാൻ പറ്റും. ആ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു ചാനലിൽ മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. ആ ഒരു വീഡിയോയിൽ മമ്മൂക്കയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വിനായകനെ നിങ്ങൾ ഈ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തതെന്നുള്ളത്. അതിന് മമ്മൂക്ക കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ഞാൻ അതെന്തായാലും ഒന്ന് പ്ലേ ചെയ്യാം. നമുക്ക് വേണ്ടി ആരും വേറെ അഭിനയിക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ അഭിനയിക്കണം. അപ്പോൾ നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. ഇതൊന്നും പലപ്പോഴും എനിക്കില്ലാത്ത ആളെന്ന് കൂടെ ആലോചിക്കണം. ഞാൻ ഒരാൾക്കൊരു ക്വാളിറ്റി പറയുമ്പോൾ ഇതൊക്കെ വിനായകനുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അതേ കാര്യങ്ങളുണ്ട്, അത് വേറെ കാര്യം. അതല്ലാതെ നടൻ നിലയിൽ വളരെ ഡിസിപ്ലിൻഡ് ആക്ടറാണ്, വെരി ഡിസിപ്ലിൻ. നമ്മളിപ്പോൾ ഇത്രയും പടങ്ങളൊന്നുമില്ലേ, വളരെ ഡിസിപ്ലിൻഡ് ആക്ടറാണ്. അത് അത്രത്തോളം നല്ല ക്യാരക്ടേഴ്സ് അയാൾക്ക് വരുന്നുണ്ട്, അത് അയാൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് ആക്ടറായാലും ശരി, ഒരു ലോങ് സ്റ്റേ വേണമെങ്കിൽ ഈ ഷുഡ് ബി പെർഫോമിങ്. അയാൾ കൺവിൻസിങ് ആയിരിക്കണം. അത് തന്നെയാണ് വിനായകൻ്റെ ഏറ്റവും വലിയ വിജയം, വിനായകൻ്റെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെത്തി നിൽക്കുന്നതിൻ്റെ രഹസ്യവും. ഇല്ലേ, വൈ വിനായകൻ എന്ന് ചോദിക്കുമ്പോൾ മമ്മൂക്ക പറയുന്നത് വിനായകൻ ഈസ് എ ചേഞ്ച്. അതായത് വിനായകൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അയാൾ ഒരു സിനിമയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ സിനിമാ ജീവിതത്തിൽ അയാൾ വെരി ഡിസിപ്ലിൻഡ് ആക്ടറാണ്, അല്ലെങ്കിൽ വെരി ഡിസിപ്ലിൻഡ് മാനാണ്, അല്ലെങ്കിൽ വെരി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾ റിയൽ ലൈഫിൽ എന്തുമായിക്കോട്ടെ, സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്. അവിടെ ഏറ്റവും അച്ചടക്കമുള്ള ഒരു നല്ല മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു നല്ല അച്ചടക്കമുള്ള ഒരു കുട്ടിയായിട്ടാണ് ഞാൻ അയാളെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയാളെ മലയാള സിനിമയ്ക്ക് ഇന്നും ആവശ്യമായിട്ടുള്ളത്. അയാളെ മലയാള സിനിമ വിട്ടു പോകാത്തതോ, അല്ല അയാൾ മലയാള സിനിമയിൽ നിന്ന് പോകാത്തതോ, അയാൾക്ക് സിനിമ വേണം. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അയാൾ എന്തും ചെയ്യും. അതുകൊണ്ടാണ് അയാൾ ഇപ്പോഴും മലയാള സിനിമയിൽ തുടരുന്നതെന്ന് കൂടി മമ്മൂക്ക പറയുന്നുണ്ട്. അതായത് വിനായകൻ എന്തുകൊണ്ട് മലയാള സിനിമയിൽ തുടരുന്നു, വിനായകനെ ആർക്കാണ് ആവശ്യം, എന്തുകൊണ്ടാണ് വിനായകനെ മമ്മൂക്ക ചൂസ് ചെയ്തതെന്നുള്ളൊരു മറുപടിയാണ് മമ്മൂക്ക പറയുന്നത്. ഇവിടെ മമ്മൂക്ക വിനായകനെ ചൂസ് ചെയ്തതിന് പല ആളുകളും വന്ന് മെഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോയിൽ, കഴിഞ്ഞ ദിവസമായിട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ ഒരാൾ വന്ന് മെഴുകിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അത്ര വലിയൊരാളൊന്നുമല്ല. ഈ വിനായകൻ എന്ന് പറയുന്ന സമൂഹത്തിൽ അത്രയും മോശം സ്റ്റാറ്റസ് ഉള്ള കുറച്ച് ആളുകളിൽ, അല്ലെങ്കിൽ തലയെടുപ്പുള്ള ഹുങ്കുള്ള കുറച്ച് ആളുകളാണ് പൃഥ്വിരാജ്, വിനായകൻ, മമ്മൂട്ടി, ഇങ്ങനെ കുറച്ച് ആളുകൾ. അപ്പോൾ ഇവരെ പോലെയുള്ള ആളുകൾ പിന്നീട് വന്നിട്ട് വലിയ അഭിനയമാണ്, ഞങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ്. അല്ലാതെ ഇവരുടെ റിയൽ ലൈഫിൽ ഇവരിങ്ങനെയൊന്നുമല്ല. വിനായകൻ എന്ന് പറയുന്ന ഒരു ചെറ്റയെ സിനിമയിൽ എടുത്തതുകൊണ്ട് മമ്മൂട്ടി വലിയൊരു മഹാനായി എന്നാണ് മമ്മൂട്ടിയുടെ ഭാവം എന്നൊക്കെയാണ് ഇവർ മെഴുകുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. മോഹൻലാലിനെ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ സംഘികളുടെ പുത്രി ആയതുകൊണ്ടോ പുത്രനായതുകൊണ്ടോ ഒക്കെ ആയിരിക്കണം ഒരു പക്ഷേ ഇവർ ഈ രീതിയിൽ കമന്റുകൾ വന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, അയാൾ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളും അയാൾ തിരഞ്ഞെടുക്കുന്ന ഓരോ കഥകളും ഒക്കെ അത് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ എത്ര വർഷം കഴിഞ്ഞാലും
എന്നും ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പിലെ കഥാപാത്രങ്ങളാണ്. അത് പണ്ട് സിനിമകളിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ളതും ഇന്നത്തെ സിനിമയിൽ മമ്മൂക്ക ചെയ്യുന്നതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ വെച്ച് നമ്മൾ നോക്കിയാൽ തന്നെ താരതമ്യ പഠനം നടത്തിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത, അല്ലെങ്കിൽ വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത നല്ല കഥാപാത്രങ്ങളാണ് മമ്മൂക്കയുടെ സംഭാവനകൾ. ആ മമ്മൂക്കയെ എങ്ങനെയാണ് മലയാള സിനിമയ്ക്ക് വിട്ടുകളയാൻ തോന്നുക? അങ്ങനെ മലയാള സിനിമയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന, മലയാള സിനിമയാണ് മമ്മൂക്കയ്ക്കാണ് ആവശ്യം, അല്ലാതെ മമ്മൂട്ടിയെ സിനിമയ്ക്കല്ല ആവശ്യം എന്ന് മമ്മൂക്ക തന്നെ പറയുന്നുണ്ട്. അതായത് എനിക്ക് സിനിമ ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കണം. എന്നെ മലയാള സിനിമയ്ക്ക് വലിയ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ ഇടിച്ചു കയറി നിൽക്കുകയാണ്. എങ്കിൽ മാത്രമേ എനിക്കിവിടെ നിന്നു പോകാൻ പറ്റുള്ളൂ എന്നാണ് മമ്മൂക്ക പറഞ്ഞിട്ടുള്ളത്. അതേ കാര്യം തന്നെയാണ് മമ്മൂക്ക വിനായകന്റെ കാര്യത്തിലും പറയുന്നത്. വിനായകന് മലയാള സിനിമയെ വേണമെന്നുണ്ടെങ്കിൽ വിനായകൻ മലയാള സിനിമയുടെ പിന്നാലെ നടക്കണം. അല്ലെങ്കിൽ വിനായകനെ മലയാള സിനിമയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അങ്ങനെ നടക്കില്ല. പക്ഷേ വിനായകന് മലയാള സിനിമയെ വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിനായകൻ ഇന്ന് സിനിമയിൽ തുടരുന്നതെന്ന് മമ്മൂക്ക പറയുന്ന ഒരു കാര്യത്തിൽ ഇനി യാതൊരുവിധ സംശയത്തിൻ്റെ ആവശ്യമില്ല. കളങ്കാവൽ ഇപ്പോൾ അടിപൊളിയായിട്ട് തകർത്താടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സിനിമ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ആ സിനിമയിന്മേൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. അതൊക്കെ ആരാണ് നടത്തുന്നതെന്നും അതിൻ്റെ പിന്നിൽ ആരാണ് കളിക്കുന്നതെന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യകത ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെ ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു തിരിച്ചുവരവിനെ അതിഗംഭീരമാക്കിക്കൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ഈ ഒരു സിനിമയിൽ തകർത്താടിയിട്ടുള്ളത്. ഞാൻ ഇന്ന് ജോലിക്ക് പോയ സമയത്ത് ജിബിൻ ഗോപിനാഥ് എന്ന് പറയുന്ന നമ്മുടെ കളങ്കാവൽ സിനിമയിലും അതേപോലെ തന്നെ ഡയസീറ എന്ന് പറയുന്ന സിനിമയിലുമൊക്കെ തകർത്താടിയ ഒരു മനുഷ്യനെ കണ്ട്. ഈ സൈഡിൽ നിങ്ങൾക്ക് ഫോട്ടോ അറിയാൻ പറ്റും. വളരെ നല്ലൊരു മനുഷ്യത്വം, അല്ലെങ്കിൽ വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളത് എനിക്ക് ആ ഒരു സംസാരത്തിൽ മനസ്സിലായി. എന്തുകൊണ്ടാണ് മമ്മൂക്ക ഇദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. അദ്ദേഹം മമ്മൂക്കയെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം മമ്മൂക്കയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ആ സിനിമ വിജയിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഖത്തറിൽ മമ്മൂക്കയെ കാണാൻ പോയ സമയത്ത് അത് ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അതായത് ഖത്തറിൽ നിന്ന് ഞാൻ മമ്മൂക്കയെ കാണാൻ വന്നപ്പോൾ മമ്മൂക്ക എന്നോട് ചോദിച്ചു, ഖത്തറിൽ നിന്ന് എനിക്ക് അത്തർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ മമ്മൂക്കയെ അടുത്ത് ഞാൻ പറഞ്ഞു, ഉണ്ട് ഇക്ക, അല്ലെ മമ്മൂക്ക ഉണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, നീ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഫോട്ടോ വേണം. അപ്പോൾ മമ്മൂക്ക ചോദിച്ചു ചെറിയൊരു ധാർഷ്ട്യത്തോടെ, ചെറിയൊരു ദേഷ്യത്തോടെ, നിനക്ക് എന്തിനാ ഫോട്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഫോട്ടോ വേണം, നമ്മൾ വിജയിച്ചതല്ലേ ഇക്ക, എന്നാൽ വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്ക ചെറു പുഞ്ചിരിയോടുകൂടി നിന്നൊരു ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്തു. ഈ ഒരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അത് ഏറെ വൈറലായ ഒരു പോസ്റ്റാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ജിതിൻ എന്ന് പറയുന്ന ആ ചേട്ടൻ, അല്ലെങ്കിൽ ആ ഒരു സിനിമാ നടൻ, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് ഇന്നത് റിയൽ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻ്റായിട്ട് പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ രോമമൊക്കെ ഇങ്ങനെ എണീറ്റിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതായത് മമ്മൂക്കയോടൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യൻ അത്രയും വലിയ ഒരു സന്തോഷകരമായ ഒരു നിമിഷം, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല നിമിഷങ്ങൾ, ആ നിമിഷത്തിൽ മമ്മൂക്ക പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം എന്നോട് പങ്കുവച്ചത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ഒരു 80-ന് മുകളിൽ ഷോർട്ട് ഫിലിംസ് ചെയ്തതിന് ശേഷമാണ് മലയാള സിനിമയിലേക്ക് അങ്ങോളം ഇങ്ങോളമുള്ള ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് ഇന്നിപ്പോൾ ഈ താരരാജാവിനൊപ്പം നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിലും അദ്ദേഹത്തിന്റെ ഓരോ ബോഡി ലാംഗ്വേജിലുമെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം മമ്മൂട്ടിക്ക് എത്രത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ ചെന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വിസിബിൾ ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ, അദ്ദേഹം മമ്മൂട്ടിയുടെ സ്റ്റേജിൽ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് മമ്മൂട്ടിയെ പറ്റി ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ശബ്ദം ഇടറി പോകുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. പറയാൻ എന്തെങ്കിലും മനസ്സിലാവുന്നോ? ഞാന് കണ്ണൂർ സ്ക്വാഡ് സിനിമയില് കണ്ടില്ല, അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടുന്നില്ല, എന്താ പറയേണ്ടത് വാക്കുകൾ കിട്ടുന്നില്ല. ഈ ഒരു കാര്യത്തെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് മനസ്സിലായില്ലടാ, അല്ലെ എനിക്ക് തോന്നിയില്ല, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. വിനായകൻ ഒരു കാര്യം പറയും മമ്മൂക്കയെ പറ്റി, അല്ലേ? അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഓറയാണ്. ആ ഓറയുടെ അടുത്ത് നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല, അമ്മാതിരി ഓറയാണ്, ഒരു ശക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യമാണ് വിനായകൻ നമ്മുടെ മമ്മൂക്കയെ പറ്റി വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ഇദ്ദേഹം പറയുമ്പോഴും അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ 74-ാമത്തെ വയസ്സിൽ ഒരു അഴിഞ്ഞാട്ടമാണോ ഇതെന്ന് ചോദിച്ചാൽ നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ സാധിക്കും, ഇതൊരു അഴിഞ്ഞാട്ടം തന്നെയാണ്. 74 വയസ്സുകാരൻ്റെ സിനിമയോടുള്ള ഒരിക്കലും അടങ്ങാത്തൊരു അഭിനിവേശം, ആക്രാന്തം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹം വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അദ്ദേഹം തീയായി തന്നെ ജ്വലിക്കും. അതിന് എല്ലാവിധ സപ്പോർട്ടും കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നു. മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിട്ട് കണ്ടതുകൊണ്ട് തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ പിന്തുണ എന്നും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.